നമസ്കാരം. പ്രിയമുള്ളവരെ, കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യുവത ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിച്ച പ്രൗഢമായ 2 ഗ്രന്ഥങ്ങളുടെ ചർച്ചയും അതിനെ അധികരിച്ചുകൊണ്ടുള്ള വിശകലനവുമാണ് ഇവിടെ നടക്കുന്നത്. 1979 യുവത ബുക്ക് ഹൗസ് പ്രസിദ്ധീകരണം ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ അവസാനത്തിൽ 500-ലധികം പുസ്തകങ്ങൾ യുവത ഇറക്കിയതിൽ വളരെ ഗഹനമായ ചില പഠനങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ശില്പിയായി അറിയപ്പെടുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ രചനകൾ അത് മുഴുവൻ കണ്ടെടുത്ത് ക്രോഡീകരിച്ച് പുറത്തിറക്കാൻ സാധിച്ചു എന്നത്. കേരള നവോത്ഥാനത്തോടൊപ്പം നടന്ന ഒരു പണ്ഡിതനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും ചട്ടമ്പി സ്വാമികളുടെയൊക്കെ സമകാലികനായി കേരളത്തിലെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ മത നവോത്ഥാന പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ത്യാഗിവര്യനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഈജിപ്തിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ടിരുന്ന അൽമനാർ മാസിക അതിൻ്റെ സ്ഥിര വായനക്കാരനായ മൗലവി അൽമനാറിൻ്റെ അത് പുറത്തിറക്കിക്കൊണ്ടിരുന്ന റഷീദ് റിളയുടെയും മുഹമ്മദ് അബ്ദുവിൻ്റെയും എല്ലാം ആശയങ്ങളിൽ ആകൃഷ്ടനായിക്കൊണ്ട് കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു പരിഷ്കരണത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള മൗലവിയുടെ ഇടപെടലുകൾ പിന്നീട് കേരള മുസ്ലിങ്ങളുടെ മുന്നേറ്റത്തിൽ വലിയ പങ്ക് വഹിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. വക്കം മൗലവിയുടെ രചനകൾ വീണ്ടെടുത്ത് പുതിയ തലമുറക്ക് വേണ്ടി പുറത്തിറക്കാൻ സാധിച്ചു എന്നതിൽ യുവതക്ക് അതിയായ സന്തോഷമുണ്ട്. അതിൽ യുവത വളരെയേറെ കടപ്പെട്ടിരിക്കുന്നത് ചരിത്രകാരനും ഗവേഷകനുമായ ബഹുമാനായ അബ്ദുറഹിമാൻ മങ്ങാട് സാറോടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഇത്തരത്തിലുള്ള രേഖകൾ കണ്ടെടുക്കുന്നതിന് വേണ്ടി സമർപ്പിക്കുകയും രാപ്പകൽ ഭേദമന്യേ അതിനുവേണ്ടി ഓടി നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതുപോലെ തന്നെ സമീർ മുനീർ വേദിയിലുള്ള അദ്ദേഹം വക്കം മൗലവിയുടെ പൗത്രനാണ്. വക്കം മൗലവിയുടെ രചനകൾ പുതിയ സമൂഹം, പുതിയ തലമുറ വായിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ആ ശ്രമങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ആ കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണി കൂടിയാണ് അദ്ദേഹം. അവരുടെ വക്കം മൗലവി റിസർച്ച് സെന്ററുമായി സഹകരിച്ചുകൊണ്ടാണ് മുസ്ലിം മാസികയുടെ ലക്കങ്ങൾ യുവത പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള മുസ്ലിമിൻ്റെ കോപ്പികൾ അത് പൂർണ്ണമായും കണ്ടെടുത്തിട്ടില്ല. ഏതാനും ചില ലക്കങ്ങൾ കൂടി ബാക്കിയുണ്ട്. ലഭ്യമായിട്ടുള്ള മുഴുവൻ ലക്കങ്ങളെയും ചേർത്തുകൊണ്ട് 2 വോള്യങ്ങളിൽ യുവത സമാഹരിച്ചിരിക്കുകയാണ്. അപ്പോൾ യുവതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട 2 ആളുകൾ ആണ് വേദിയിലുള്ളത്. ബഹുമാനായ ഡോക്ടർ ടി ജമാൽ മുഹമ്മദ് സർ അദ്ദേഹം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 3 ആളുകളെയും യുവതയ്ക്ക് വേണ്ടി വളരെ സ്നേഹപൂർവ്വം ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പുസ്തകത്തെ അധികരിച്ച് സംസാരിക്കാൻ ഗ്രന്ഥകാരനും ചരിത്രകാരനുമായ ബഹുമാനായ അബ്ദുറഹിമാൻ മങ്ങാട് സാറെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയുടെ ചിന്തയും ജീവിതവും എന്നും പഠനവിധേയമാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് എൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായി പല രേഖകളും പരിശോധിച്ചിറങ്ങുമ്പോഴൊക്കെ വക്കം മൗലവിയുടെ രചനകൾ പ്രത്യേകമായി നോട്ട് ചെയ്യുകയും അത് ശേഖരിക്കുകയും ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമായി മാറിയിരുന്നു. അങ്ങനെയാണ് 1906 പ്രസിദ്ധീകരിച്ച വക്കം മൗലവിയുടെ മുസ്ലിം എന്ന മാസിക അതിൻ്റെ ലക്കങ്ങൾ എൻ്റെ കൈവശം വരുന്നത്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം
ജീവചരിത്രകാരന്മാരും പലരും എല്ലാവരും അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഒരുപാട് വർഷങ്ങൾ 16 വർഷം 17 വർഷം 10 വർഷം നടന്നു എന്നുള്ള രീതിയിൽ പല രീതിയിലും പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വക്കം മൗലവിയുടെ മുസ്ലിം എന്ന മാസിക 906 വെറും 6 ലക്കങ്ങളും 907 1 ലക്കവും മാത്രമാണ് പ്രസിദ്ധീകരിച്ചത്. പിന്നീട് അതിൻ്റെ പത്രത്തിൻ്റെ കണ്ടുകെട്ടലും മറ്റ് നിയമപ്രശ്നങ്ങളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളുണ്ടായപ്പം സ്വദേശാഭിമാനിയോടൊപ്പമാണ് അത് പ്രസിദ്ധീകരണം ആരംഭിച്ചിരുന്നത്. പിന്നീട് അത് നിർത്തിവെക്കുകയും 913 മുസ്ലിം വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കുന്നത്. 913, 14, 15 വർഷങ്ങളിലെ ലക്കങ്ങളാണ് ഇപ്പോഴ് സമാഹൃതമായ രീതിയിൽ യോധയിൽ കൂടി സമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മുസ്ലിമിൻ്റെ ഏതാനും 13, 14, 15 വർഷങ്ങളിലെ കോപ്പികൾ എൻ്റെ കൈവശം ലഭിച്ചിട്ട് 6-7 വർഷങ്ങളായിരുന്നെങ്കിലും ഒരു ദിവസം KM അൽത്താഫ് സാഹിബ് യാദൃശ്ചികമായ എൻ്റെ വീട്ടിൽ, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാണുകയും അങ്ങനെ എന്നെ വീട്ടിൽ വരുന്നുണ്ടെന്ന് പറയുകയും അങ്ങനെ വീട്ടിൽ വരികയും ചെയ്തപ്പോഴാണ് അദ്ദേഹം ഇത് കാണുന്നത്. അദ്ദേഹം വളരെ കൗതുകത്തോടു കൂടി അത് എടുക്കുകയും ഞാനിത് അങ്ങനെ കുറച്ച് പഴയ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഒരു 5-8 എടുത്തിട്ട് ഞാൻ പിന്നീട് വരാം, നിങ്ങൾക്ക് തരാം, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയതിന് ശേഷമാണ് അദ്ദേഹം ഒരിക്കൽ വിളിച്ചു പറയുന്നത്, നമുക്കിത് പ്രസിദ്ധീകരിക്കണം, അതിന് ഞാനും സമീർ മുനീറും KM സീദിയും കൂടി നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അൽത്താഫ് ക ആലുവയിൽ നിന്നും സമീർ മുനീർ ദുബായിൽ നിന്നും ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങളത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. വളരെ മനോഹരമായ രീതിയിൽ തന്നെ അതിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു, നടക്കുകയും ചെയ്തു. വാസ്തവത്തിൽ വക്കം മൗലവിയെ ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും ഒക്കെ ഒരു സ്വദേശാഭിമാനി പത്രവുമായി ചുറ്റിക്കറങ്ങിക്കൊണ്ട് ആ ഒരു മേഖലയിൽ മാത്രമാണ് വക്കം മൗലവി അറിയപ്പെടുന്നത്. വക്കം മൗലവിയുടെ ജീവചരിത്രകാരന്മാർ അത് മാത്രമാണ് പലപ്പോഴും ഉൾക്കൊള്ളിച്ചിട്ടുള്ളതും. അപ്പോൾ മുസ്ലിമിൻ്റെ കോപ്പികൾ വന്നതോടുകൂടി യാദൃശ്ചികമായ അതിനുശേഷം 2 കോപ്പികൾ കൂടി ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. മുസ്ലിമിൻ്റെ 906 ഇറങ്ങിയ മുസ്ലിമിൻ്റെ 2ാമത്തെ ലക്കം, 1ാമത്തെ ലക്കമല്ല 2ാമത്തെ ലക്കത്തിൻ്റെ കോപ്പി കൂടി ഞങ്ങളുടെ കൈവശം ഇപ്പം വന്നിട്ടുണ്ട്. മറ്റൊരു കോപ്പി എൻ്റെ ഒരു സുഹൃത്ത് എത്തിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും മുസ്ലിം അൽ-ഇസ്ലാം നേരത്തെ പുറത്തിറങ്ങി, ദീപികയും വക്കം മൗലവിയുടെ ദീപികയും പുറത്തിറങ്ങി, ഇപ്പം മുസ്ലിമും പുറത്തിറങ്ങി. അപ്പോൾ ആ സംരംഭത്തിന് ശേഷമാണ് വക്കം മൗലവിയുടെ സമ്പൂർണ്ണ കൃതികളെക്കുറിച്ച് ആലോചിക്കുന്നത്. വക്കം മൗലവി വിവിധ പ്രസിദ്ധീകരണങ്ങളിലായും അല്ലാതെയും ഒരുപാട് കൃതികൾ, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്നതായ കൃതികളാണതെല്ലാം. വക്കം മൗലവിയുടെ പാണ്ഡിത്യത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ഇന്ന് പോലും നമുക്ക് വ്യക്തമായൊരു ധാരണ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പം കഴിഞ്ഞ ആഴ്ച സമീർ മുനീർ എനിക്ക് വക്കം മൗലവിയെക്കുറിച്ച് ഈജിപ്തിലെ അൽമനാർ റഷീദ് റിളയുടെ ലോകപ്രശസ്ത പണ്ഡിതനാണ് ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിളയെക്കുറിച്ച് കേൾക്കാത്ത ലോകത്ത് ഈ ഇസ്ലാമിക ചരിത്രം പഠിക്കുകയോ അതിൻ്റെ നവോത്ഥാന ചിന്തകളെക്കുറിച്ച് ഗവേഷണം നടത്തുകയോ ചെയ്യുന്ന ഒരാളും കേൾക്കാതിരിക്കില്ല. അങ്ങനത്തെ റഷീദ് റിള നടത്തിയിരുന്ന പത്രമാണ് അൽമനാർ. ആ അൽമനാറിൻ്റെ പേരിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്, അത് മലയാളീകരിച്ചുകൊണ്ടതാണ് വക്കം മൗലവി ദീപിക എന്നുള്ള പേര് സ്വീകരിക്കുകയും കേരളത്തിൽ നിന്ന് ദീപിക പുറത്തിറക്കുകയും ചെയ്തത്. വക്കം മൗലവി 932 മരിച്ചപ്പോൾ ഈജിപ്തിൽ നിന്നിറങ്ങുന്ന അൽമനാർ അദ്ദേഹത്തെക്കുറിച്ച് സുദീർഘമായൊരു അനുശോചന ലേഖം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് 5 ലക്കത്തിലാണ് ആ ലേഖനം വരുന്നത്. ഷെയ്ഖുൽ മുസ്ലിഹുൽ കബീർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ഷെയ്ഖ്, മുസ്ലിം പരിഷ്കർത്താവ്,
മഹാനായ പരിഷ്കർത്താവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മുഹമ്മദ് അബ്ദുൽ ഖാദറുൽ മലൈബാരിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് ആ പ്രസിദ്ധീകരണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കഴിവിനെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയെയും അദ്ദേഹത്തിൻ്റെ രീതിയെയൊക്കെ പ്രതിപാദിച്ചുകൊണ്ടാണ് ആ ലേഖനം ഉടനീളം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലാത്ത ഒരു മൗലവിയെ, വക്കം മൗലവിയെ റഷീദിലെ പോലെ ലോകപ്രശസ്തനായ ഒരു പണ്ഡിതൻ വിലയിരുത്തുകയും അദ്ദേഹത്തെക്കുറിച്ച് എഴുതുകയും ആവുകയും ചെയ്തു എന്നുള്ളൊരു വസ്തുത നമ്മൾ പോലും അറിയാതെ പോവുകയും ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ദുഃഖകരമായ വസ്തുത കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും നമ്മൾ വക്കം മൗലവിയും കേരളീയ നവോത്ഥാനവും കേരളത്തിൻ്റെ ആ പരിസരത്തിൽ നിന്ന് മാത്രം നിന്നുകൊണ്ടാണ് വക്കം മൗലവിയെ കണ്ടത്. ഞാൻ പറഞ്ഞ വക്കം മൗലവിയുടെ സമ്പൂർണ്ണ കൃതികൾ തന്നെ പണ്ടൊരിക്കൽ വക്കം മൗലവിയുടെ ഷാഹുൽ ഹമീദ് സാർ എഡിറ്റ് ചെയ്ത് വക്കം മൗലവിയുടെ തെരഞ്ഞെടുത്ത കൃതികൾ എന്ന് പറഞ്ഞിട്ട് ഒരു സമാഹാരം പുറത്തിറങ്ങിയിരുന്നു. വർഷങ്ങളായിട്ട് അതില്ല, മാർക്കറ്റിൽ ഒന്നും ലഭ്യമല്ല. അങ്ങനെ ഇരിക്കുമ്പം വക്കം മൗലവിയുടെ സമ്പൂർണ്ണ കൃതികൾ തന്നെ ശേഖരിച്ച് പ്രസിദ്ധീകരിച്ചാൽ എന്താണെന്ന് നമുക്ക് ഒരാശയം മുന്നോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും, അദ്ദേഹം എഴുതിയ എല്ലാ കൃതികളുടെയും കോപ്പികൾ നമ്മൾ കൈവശെത്തുകയും ചെയ്തു. അപ്പോഴാണ് ഒരു ഗൾഫ് യാത്രക്കിടയിൽ നമ്മൾ അൻവർ സാദത്തും മറ്റുമൊക്കെ ആയി സംസാരിച്ചപ്പോൾ അവർ പറയുന്നു, ഇങ്ങനൊന്ന് അവർ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു കൃതി ഇതാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നെന്നും അത് കേരളത്തിൽ ഏതോ പ്രമുഖ പ്രസാധകർക്ക് നൽകിയിട്ടുണ്ടെന്നും അടുത്ത് പ്രസിദ്ധീകരിക്കുന്നൊക്കെ ഉള്ള രീതിയിൽ അവർ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് ആർക്ക് കൊടുത്തില്ലെങ്കിലും 70 വർഷം കോപ്പിറൈറ്റിൻ്റെ എല്ലാ കാലവും കഴിഞ്ഞൊരു ഒരു സംഭവമാണ്. നിങ്ങൾക്ക് യുവത തയ്യാറാണെങ്കിൽ ഞാനൊരു 3-4 മാസം കൊണ്ട് അത് കംപ്ലീറ്റ് കളക്ട് ചെയ്ത് നിങ്ങളെ ഏൽപ്പിക്കാം, നമുക്കത് പ്രസിദ്ധീകരിക്കാം. യുവത അതിന് തയ്യാറാവുകയും ചെയ്തു. അങ്ങനെയാണ് വക്കം മൗലവിയുടെ സമ്പൂർണ്ണ കൃതികൾ രംഗത്ത് വരുന്നത്. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ അതിൽ നിർബന്ധമുണ്ടായിരുന്നു. വക്കം മൗലവി അറബി ഭാഷയിൽ കൊടുത്ത ഉദ്ധരണികൾ അതേ രീതിയിൽ തന്നെ ഈ സമാഹാരത്തിലും ഉൾപ്പെടണമെന്ന്. മുമ്പ് ഒരിക്കൽ വക്കം മൗലവി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെയും കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടിയായി എഴുതിയ ലൗസബാഹ് എന്നൊരു കൃതി തെരഞ്ഞെടുത്ത സമാഹാരത്തിലും പിന്നീട് യുവതയ്ക്ക് കൊടുത്തപ്പോഴവരും അതിൻ്റെ അറബി ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണത് പ്രസിദ്ധീകരിച്ചിരുന്നത്. എന്നാൽ പുതിയ സമാഹാരത്തിൽ അതിൻ്റെ അറബി മൂലം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് വക്കം മൗലവിയുടെ എല്ലാ ലേഖനങ്ങളും. അത് സയ്യിദ് സുലൈമാൻ നദിയുടെ 2 പുസ്തകങ്ങൾ അദ്ദേഹം വിവർത്തനം ചെയ്തതുണ്ട്. ഇമാം ഗസാലിയുടെ കീമിയ സാദ വിവർത്തനം അതിലുണ്ട്. ഇതുവരെ അറബി മലയാളത്തിലാണ് അത് പുസ്തകം രചിച്ചിരുന്നത്. മലയാളത്തിലേക്ക് ഇതുവരെ വന്നിരുന്നില്ല. നമ്മൾ അത് മലയാളത്തിലാക്കി സമാഹാരത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വക്കം മൗലവിയുടെ സമ്പൂർണ്ണ കൃതികൾ തന്നെയാണ് ഇപ്പം പുറത്തിറങ്ങിയിട്ടുള്ളത്. പിന്നെ അറിയപ്പെട്ട ഒരു കൃതി എന്ന് പറയുന്നത് അഹ്കാമുത്ത് തജ്വീദ് എന്ന് പറയുന്ന ഒരു കൃതിയാണ് വക്കം മൗലവിക്ക് ഉണ്ടായിരുന്നത്. അത് ഖുർആൻ പാരായണ നിയമങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലുള്ള അറബിക് മുൻഷിസ് എക്സാമിനേഷന് വേണ്ടി വക്കം മൗലവി എഴുതിയിരുന്നതാണ് ആ കൃതി. ആ കൃതി നമ്മൾ കൈവശമുണ്ടെങ്കിലും അത് അഹ്കാമുത്ത് തജ്വീദ് ഖുർആൻ പാരായണ നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു ഇതിൽ ആവശ്യമില്ല എന്ന് കണ്ടതുകൊണ്ടാണ് നമ്മളതിപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. മറ്റെല്ലാ കൃതികളും തന്നെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ കൃതികളെക്കുറിച്ച് അങ്ങനെയാണ് ഈ 2 സമാഹാരങ്ങളും പുറത്തിറങ്ങിയത്. ഡോക്ടർ ജമാൽ മുഹമ്മദ് സാർ ഇവിടെ ഉണ്ട്. ഇനി അദ്ദേഹത്തിനും കൂടി സംസാരിക്കാനുള്ള അവസരം നീക്കി വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. വക്കം മൗലവിയുടെ മുസ്ലിം പുറത്തിറക്കുന്നതിൽ യുവതയെ പിന്തുണച്ച വക്കം മൗലവി റിസർച്ച് സെൻറ്റർ അതിൻ്റെ ഭാരവാഹി കൂടിയാണ് സമീർ മുനീർ. ഇവിടെ ഓർമ്മിക്കേണ്ടുന്നൊരു പേര് KM അൽത്താഫ് സാറിൻ്റേത് കൂടിയാണ്.
അൽതാഫ് സാറിൻ്റെ ശ്രമം കൂടി ഉള്ളതുകൊണ്ടാണ് ഈ വർക്ക് യുവതക്ക് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു പഠനം രണ്ടാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അൽതാഫ് സാർ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. കുടുംബത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിവാഹം വന്നതുകൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാതിരുന്നത്. അടുത്തതായി സമീർ മുനീർ നമ്മോട് ഒരു സംസാരം നടത്തും. അസ്സലാമു അലൈക്കും. ഈ മാസികയെക്കുറിച്ച് ഞാൻ എന്ത് പറയുന്നതിന് മുമ്പും എനിക്ക് ഓർക്കേണ്ട രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന്, രണ്ടുപേരും മരണപ്പെട്ടു പോയി. ആദ്യത്തെ ആൾ വക്കം മൗലവിയെക്കുറിച്ച് ഏറ്റവും ഗഹനമായ പഠനങ്ങൾ നടത്തിയ കായംകുളം ഷൗലുമീത് സാഹിബ്. അദ്ദേഹമാണ് ആദ്യമായി ഒരു വർഷത്തെ മുസ്ലിമിൻ്റെ കോപ്പി ഞങ്ങളുടെ കൈവശം തരുന്നത്. അത് അദ്ദേഹം മരണപ്പെട്ടു പോയ എൻ്റെ വാപ്പ മുനീറിൻ്റെ കൈവശമാണ് കൊടുത്തത്. കിട്ടി ഏകദേശം 1-2 മാസം കഴിഞ്ഞതോടുകൂടി എൻ്റെ വാപ്പ അസുഖബാധിതനാവുകയും മരിക്കുന്നതിന് 3-4 ആഴ്ചകൾക്ക് മുമ്പ് ഇത് പ്രസിദ്ധീകരിക്കണമെന്ന് എൻ്റെ വാപ്പ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ പൂർത്തീകരണമാണ് ശരിക്കും മങ്ങാട് മാഷിലും അൽതാഫ് ഇക്കായിലും കൂടെ സാധ്യമായത്. സ്വദേശാഭിമാനിക്ക് അപ്പുറമുള്ള വക്കം മൗലവിയെ തിരിച്ചറിയുന്ന മാസികയാണ് മുസ്ലിം. വക്കം മൗലവി ആരായിരുന്നു, വക്കം മൗലവിയുടെ ചിന്തകൾ, വക്കം മൗലവിയുടെ ലോകവീക്ഷണം എന്തായിരുന്നു എന്ന് മനസ്സിലാകും അത് വായിച്ചാൽ. അതിലെ പ്രധാന ഭാഗങ്ങൾ ഞാനൊന്ന് പറയാം. 1-2 ലേഖനങ്ങൾ. ഒന്ന്, ലോകത്തെ ഇന്ന് ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഫലസ്തീൻ ഇഷ്യൂ. 1913 വക്കം മൗലവി ഏകദേശം 3 പേജുകളിലായി അത് പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ന് സിയോണിസ്റ്റുകൾ അശക്തരാണെങ്കിലും അവർ വെസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കുമെന്നും അവരുമായി അവർ ഇപ്പോൾ അശക്തരാണെങ്കിലും അവരുമായി ഇപ്പോഴേ സന്ധി ചെയ്ത് കാര്യങ്ങൾ തീർപ്പാക്കണമെന്നും, അല്ലെങ്കിൽ ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക എന്ന് പറഞ്ഞ് 1913 വക്കം മൗലവി അറബ് ലോകത്തെ വാൺ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് മാപ്പിള കലാപം 1921. എന്നാൽ മുസ്ലിമിൻ്റെ 2-ാം ലക്കം പേജ് 177 പോയാൽ മലബാർ മാപ്പിള ലഹള എന്ന ലേഖനം കാണാം. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 1915 ഫെബ്രുവരി മാസത്തിലാണ്. നിങ്ങളത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് വക്കം മൗലവി എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഇന്നത്തെ കോണ്ടെക്സ്റ്റിലും ഇന്ന് ആസ് ഓഫ് നൗ ഇന്ന് കേരളത്തിൽ നടക്കുന്ന എന്താണെന്നും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. ഇതാ ശരിക്കും വക്കം മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ലോകവീക്ഷണം. 1-ാം ലോക മഹായുദ്ധം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതുപോലെ കേരളത്തിലെ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഗഹനമായി നോക്കി. ഏകദേശം 2 വർഷത്തോളമാണ് 1-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് വക്കം മൗലവി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുസ്ലിം വിദ്യാഭ്യാസത്തിന് വേണ്ടി തിരുവിതാംകൂർ സർക്കാരുമായി നടത്തിയ ഇടപെടലുകൾ, അതിലേറ്റവും അധികം വക്കം മൗലവിയെ സഹായിച്ചത് ക്രിസ്തീയ സമുദായ അംഗമായ തിരുവിതാംകൂർ ഗവൺമെൻറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് OM ചെറിയാൻ അദ്ദേഹമായിരുന്നു. അതിൻ്റെ ചരിത്രവും ഇന്ന് നമുക്ക് കാണാം. സമുദായങ്ങളെ തമ്മിൽ ഒന്നിച്ചു ചേർക്കുന്നതിന് വക്കം മൗലവി നടത്തിയ ശ്രമങ്ങൾ, മുസ്ലിം സഹോദരന്മാർ വക്കം മൗലവിയുടെ മാസികയിൽ ഇസ്ലാമിനെ കുറിച്ചും അറേബ്യയെക്കുറിച്ചും എഴുതുന്ന ലേഖനങ്ങൾ നിങ്ങൾക്ക് കാണാം. ന്യൂറോ സയൻസിനെ കുറിച്ച് ഉള്ള വക്കം മൗലവിയുടെ ലേഖനം നിങ്ങൾക്കിതിൽ കാണാം. മലയാള ഭാഷയോട് മുഖം തിരിഞ്ഞു നിന്നതായിരുന്നു കേരളീയ മുസ്ലിങ്ങളുടെ അവസ്ഥ. 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ മുസ്ലിങ്ങളോട് മലയാള ഭാഷ പഠിക്കാൻ ആവശ്യപ്പെടുന്ന ഏകദേശം 4 ലേഖനങ്ങൾ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും.
അതുപോലെ വക്കം മൗലവിയുടെ കൃതികളിൽ ഏറ്റവും പ്രധാനമെന്ന് ഞാൻ കരുതുന്ന ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം വക്കം മൗലവി പരമ്പരയായി പ്രസിദ്ധീകരിച്ചത് മുസ്ലിമിലൂടെയാണ്. വക്കം മൗലവിയുടെ ഇസ്ലാമിക വീക്ഷണത്തെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കും വിധം ഈ അടുത്ത ദിവസങ്ങളിൽ പോലും വക്കം മൗലവിയുമായി ബന്ധപ്പെട്ട വേദികളിൽ, ഞാൻ കൂടെ ഉൾപ്പെടുന്ന വേദികളിൽ, ചിലർ വളരെ തെറ്റിദ്ധാരണജനകമായി പ്രസംഗിച്ചിരുന്നു. അവരൊക്കെ വക്കം മൗലവിയുടെ ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം ഒന്ന് വായിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. നമ്മൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് നമ്മുടെ അഭിപ്രായമായി പറയണം. അല്ലാതെ വക്കം മൗലവിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ ശ്രമങ്ങൾക്കൊക്കെ കൂടെ ഉള്ളൊരു മറുപടിയാണ് മുസ്ലിം. അതുപോലെ മുഹറത്തിൻ്റെ പേരിൽ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ നിരവധി അനാചാരങ്ങൾ നടന്നിരുന്നു. ഇതിനെതിരെ ഏറ്റവും ശക്തമായി തൂലിക ചലിപ്പിച്ചത് മുസ്ലിമിലൂടെയായിരുന്നു വക്കം മൗലവി. മറ്റൊരു അനാചാരമായി ഇന്ന് സമൂഹം കൽപ്പിക്കപ്പെടുന്ന മരുമക്കത്തായം, ഇതിനെതിരെയും വക്കം മൗലവി മുസ്ലിമിലൂടെ ശക്തമായി പ്രതികരിച്ചിരുന്നു. ഇനി മാഷ് പറഞ്ഞതുപോലെ 6-7 ലക്കങ്ങൾ കൂടി കണ്ടെത്താനുണ്ട്. അത് സർവശക്തനായ തമ്പുരാൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അതും കണ്ടെടുത്ത് 3-ാം ഭാഗവും കൂടി പ്രസിദ്ധീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നന്ദി. അടുത്തത് ഡോക്ടർ ടി ജമാൽ മുഹമ്മദ് സർ നമ്മോട് സംസാരിക്കും. വേദിയിലുള്ള മങ്ങാട് അബ്ദുറഹ്മാൻ സാഹിബ്, മുനീർ സാഹിബ്, ഡോക്ടർ അൻവർ സാദിഖ്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ വക്കം മൗലവിയുടെ ജീവിതത്തിൻ്റെ കുറിച്ചുള്ള രേഖകൾ സമാഹരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വാസ്തവത്തിൽ വളരെ അത്ഭുതം തോന്നി. ഞാൻ ഏതാണ്ട് 7-8 കൊല്ലങ്ങൾക്ക് മുമ്പ് വക്കം മൗലവിയുടെ ജീവചരിത്രം എഴുതിയപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് ചുരുക്കം ചില രേഖകൾ കണ്ടെത്തിയത്. ഈ മുസ്ലിമിൻ്റെ എല്ലാ കൃതികളും വായിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. കിട്ടാവുന്നിടത്തോളം ഫൗണ്ടേഷനിൽ കുറേ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വക്കം മൗലവിയുടെ കുടുംബത്തിലെ ആളുകളോട് ബന്ധപ്പെട്ടു. എങ്കിലും ഒരു ജീവചരിത്രത്തിനുതകുന്ന എല്ലാ അടിസ്ഥാന രേഖകളും അന്ന് കണ്ടെത്തിയതായിട്ട് എനിക്ക് തോന്നിയില്ല. എങ്കിലും അദ്ദേഹത്തെക്കുറിച്ചൊരു ജീവചരിത്രം, സമഗ്രമായ ജീവചരിത്രം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാനത് പൂർത്തീകരിച്ചത്. ഇപ്പോൾ ഈ സമാഹാരങ്ങൾ അബ്ദുറഹ്മാൻ സാഹിബും പിന്നെ മറ്റുള്ളവരൊക്കെ ഇതിൻ്റെ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ എൻ്റെ ഗ്രന്ഥം ഒന്ന് റിവൈസ് ചെയ്താൽ കൊള്ളാമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ്. കാരണം പുതിയ ധാരാളം വിവരങ്ങൾ സമീർ സാഹിബ് പറഞ്ഞതുപോലെ എൻ്റെ ഗ്രന്ഥത്തിൽ പരാമർശിക്കാത്ത പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. വക്കം മൗലവിയുടെ പ്രവർത്തന രംഗം കേരളത്തിൽ ഒരു സമുദായത്തിൻ്റെ മേഖലയിൽ മാത്രമാണെന്നുള്ള ഒരു ധാരണ പൊതുവെ അക്കാഡമിക് സർക്കിളിൽ വ്യാപകമാണ്. അപ്പം ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, പുകയിൽ അപ്പച്ചൻ തുടങ്ങിയ ആ സമകാലീന നവോത്ഥാന നേതാക്കന്മാരുടെ പട്ടികയിൽപ്പെടുന്ന ആളാണ് വക്കം മൗലവിയെങ്കിലും അദ്ദേഹം സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി സജീവമായിട്ട് പ്രവർത്തിക്കുകയും തൻ്റെ സമ്പത്തിൻ്റെ ഒരു വിഭാഗം അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് വക്കം മൗലവി. അപ്പം അദ്ദേഹം സ്ഥാപിച്ച് നടപ്പിലാക്കിയ സ്വദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ പ്രയോജനം ലഭിച്ചതെല്ലാം രാമകൃഷ്ണപിള്ളയ്ക്കാണ്. സ്വദേശാനി രാമകൃഷ്ണപിള്ള എന്നാണ് അറിയപ്പെടുന്നത്. വക്കം മൗലവിയുടെ പേര് അവിടെങ്ങും പരാമർശിക്കപ്പെടുന്നില്ല. അതൊരു വല്ലാത്തൊരു ഒരു ഒരു അവസരമായിരുന്നു അത്. അതാണ് ഞാൻ എൻ്റെ പുസ്തകത്തിന് സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന പേരിടാൻ തന്നെ കാരണം. അപ്പം ഇവിടെ നടന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ, നവോത്ഥാന പ്രവർത്തനങ്ങളിൽ
എല്ലാം കൊണ്ടും കേരളത്തിൻ്റെ ഭാവിയെ തന്നെ വളരെ അധികം ബാധിച്ച ചില പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വക്കം മൗലവിയുടെ ചരിത്ര ആ മേഖലയിലുള്ള സംഭാവന. സ്വന്തം സമുദായത്തിലെ ചില അനാചാരങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ കഴിഞ്ഞ ആദ്യത്തെ ചിന്തകനും ആദ്യത്തെ പണ്ഡിതനും വക്കം മൗലവിയായിരുന്നു. ഒരു പല കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ഖബറിനെ ആരാധിക്കുക, സിയാറത്തല്ല, ഖബറിനെ ആരാധിക്കുന്നൊരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. ഖബറിന് മുമ്പിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ആ ഖബറിൽ കിടക്കുന്ന ആൾ വഴി പടച്ചതമ്പുരാനായിട്ട് ബന്ധപ്പെടുത്തുവാനുള്ള ഒരു അന്ധമായ വിശ്വാസമുള്ള ഒരു ജനവിഭാഗമാണ് അന്നുണ്ടായിരുന്നത്. അതുപോലെ ഖബറിനെ സംബന്ധിച്ച് ധാരാളം നേർച്ചകളുണ്ടായിരുന്നു. ഇതിനെതിരെ ആദ്യമായിട്ട് പ്രതികരിച്ചത് വക്കം മൗലവിയായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരായിട്ട് ധാരാളം ആളുകൾ രംഗത്ത് വന്നു. പെരുമാതുറയിലൊക്കെ വക്കം മൗലവി വധിക്കുവാൻ വരെ ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്ന് ചില രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് സമീപകാലത്ത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ സമൂഹത്തിൻ്റെ മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങൾക്കെതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെതിരായിട്ട് സമുദായത്തിൽ തന്നെ ഒരു നല്ല വിഭാഗം രംഗത്ത് വന്നു. അതാണ് വക്കം മൗലവിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയത്തക്ക മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. ഒരു വിദ്യാഭ്യാസ രംഗത്ത് അപ്പം അന്ന് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമില്ല എന്ന് പൊതുവായ ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ആ വാദത്തെ വക്കം മൗലവി ഖണ്ഡിച്ചു. കാരണം മലബാറിലെ എല്ലാ സ്ത്രീകളും അറബി മലയാളം പഠിക്കുകയും അൽ ഇസ്ലാം എന്ന അദ്ദേഹത്തിന് പ്രസിദ്ധീകരണം വായിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഏതൊരു ഭാഷയിലും സ്വന്തം പേര് എഴുതുവാനും വായിക്കുവാനും അല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ് സാക്ഷരത എന്ന് പറയുന്നത്. അറബിയിൽ സാക്ഷരത ഉള്ള ധാരാളം സ്ത്രീകൾ മലബാറിലുണ്ടായിരുന്നു. കേരളത്തിൽ ഒരുപക്ഷെ തിരുവിതാംകൂർ ഉണ്ടായിരിക്കണമെന്നില്ല, മലയാളം പഠിക്കാത്ത ധാരാളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ വിദ്യാസമ്പന്നരാണ്, അവർ സാക്ഷരരാണ് എന്ന് സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ ഈ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപകമാക്കുവാൻ വേണ്ടി തുടങ്ങിയ പത്രങ്ങൾ മുസ്ലിമും അൽ ഇസ്ലാമും ദീപികയും സ്വദേശാഭിമാനിയും വളരെയേറെ സാമ്പത്തികമായ പരാധീനതകൾക്ക് നടുവിൽ നിന്നാണ് അദ്ദേഹം നടത്തിയത്. സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. എങ്കിലും ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ ഒരു പത്രവും വാങ്ങാൻ ധൈര്യപ്പെടാത്ത ഒരു ഓഫ്സെറ്റ് പ്രസ് ഇംഗ്ലണ്ടിൽ നിന്നും കൊണ്ടുവന്ന് അതിനടി സ്ഥാപിച്ചു. അതുപോലെ ഈ പത്രപ്രവർത്തന ചരിത്രത്തിൽ ഇതുവരെ ഒരു പത്രമുതലാളിയും നൽകാത്ത പത്രാധിപർക്കുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ആ പത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാമകൃഷ്ണപിള്ളയെ ഏൽപ്പിച്ചുകൊണ്ടാണ് വക്കം മൗലവി അവിടെ നിന്നത്. അപ്പോൾ അതിന് അദ്ദേഹം വളരെയേറെ എതിർപ്പ് രേഖപ്പെടുത്തി, എതിർപ്പ് നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ വരെ അദ്ദേഹത്തെ നിർബന്ധിച്ചു. എന്തിനാണ് ഈ രാമകൃഷ്ണപിള്ളയ്ക്ക് പൂർണ്ണാധികാരം കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് നേരിട്ട് നടത്തിക്കൂടെ എന്ന് പറഞ്ഞതല്ല, അദ്ദേഹം ചിരിച്ച് തള്ളുകയാണ് ചെയ്തത്. അപ്പം അവസാനം വരെ ഒരു പത്രാധിപർക്ക് എന്ത് ചെയ്യുവാൻ കഴിയും, ഒരു സമൂഹത്തിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു പരീക്ഷണത്തിൻ്റെ രീതിയിലാണ് അദ്ദേഹം അത് നടപ്പിലാക്കിയത്. എനിക്ക് സമീപകാലത്ത് ഉള്ള വായനയുടെ ഫലമായിട്ട് രാമകൃഷ്ണ പിള്ളയുടെ എല്ലാ വീക്ഷണങ്ങളോടും യോജിക്കാൻ കഴിയുന്നില്ല എങ്കിലും അന്ന് ആ കാലഘട്ടത്തിൽ സ്വദേശാഭിമാനി പത്രം ശക്തമായിട്ട് നടത്തിക്കൊണ്ടുപോകുവാൻ നട്ടലുള്ള ഒരു പത്രാധിപരായിരുന്നു രാമകൃഷ്ണപിള്ള. അപ്പോൾ അദ്ദേഹം അത് നടത്തിക്കൊണ്ട് പോയപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ ദിവാനായ പി രാജഗോപാലാചാര്യക്ക് എതിരായിട്ട് അദ്ദേഹം ശക്തമായിട്ട് വാദങ്ങൾ ഉന്നയിച്ചു. അതല്ല ഇന്ന് നോക്കുമ്പോൾ അത്ര വലിയ ഒരു സാമൂഹ്യ പരിവർത്തനത്തിലുള്ള ഒരു പത്രപ്രവർത്തനമായിരുന്നില്ല അത് എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ എങ്കിൽ പോലും അന്ന് ഒരു ഭരണാധികാരി എതിർക്കുവാനുള്ള ധൈര്യം കാണിക്കുവാൻ രാമകൃഷ്ണപിള്ളയ്ക്ക് കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് പത്രം നിരോധിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മൗലവിയുടെ എല്ലാ ബന്ധുക്കളും അദ്ദേഹത്തെ സമീപിച്ച് പറഞ്ഞു, എന്തിനാണ് ഈ പത്രയേറെ പണം മുടക്കി ഈ പത്രം തുറന്നുകൊണ്ട് പോകുന്നത്, അത് നിർത്തിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാരണവശാലും ആ നിർബന്ധങ്ങൾക്ക് വഴങ്ങിയില്ല. അപ്പം അങ്ങനെ സ്വന്തം നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള
രീതിയിലുള്ള പത്രപ്രവർത്തന പാരമ്പര്യമാണ് വക്കം മൗലവിക്കുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ആധുനികവൽക്കരണ പ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു നവോത്ഥന നായകൻ മറ്റാരുമില്ല എന്ന് എനിക്ക് എടുത്തു പറയേണ്ടി വരും. അതുപോലെ വളരെയേറെ അവസാനം അദ്ദേഹം കടത്തിൻ്റെ കിടന്നാണ് അദ്ദേഹം അവസാന ദിനങ്ങൾ പിന്നെ തള്ളി നിൽക്കിയത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു അംഗീകാരം ഇതുവരെ പൊതുസമൂഹത്തിൽ കേരളത്തിൻ്റെ പൊതുസഭയിൽ വക്കം മൗലവിക്ക് അർഹിക്കുന്ന സ്ഥാനം ലഭിക്കുന്നില്ല എന്നാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. സമയത്തിൻ്റെ ചുരുക്കം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പുസ്തക പരിചയത്തിൽ സംസാരിച്ച അബ്ദുറഹ്മാൻ മങ്ങാട് സാർ, ഡോക്ടർ ടി ജമാൽ മുഹമ്മദ്, സമീർ മുനീർ എന്നിവർക്ക് യുവതയുടെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമസ്കാരം.